गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशधारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैता गदाधर श्रीवासादि गौरभक्तवृंद हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। निगमकल्पतरोर्गलितं फलम् युगमुखात् अमृतद्रवसंयुतम् पिबत भागवतं रसमालयम् मुहुरहो रसिका भुवि भावुकाः नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्ठिकीम्। कृष्णाय वासुदेवाय देवकी नंदनाय च नंदगोपकुमाराय गोविंदाय नमो नमः। हरे कृष्ण। श्रीमद् भागवतം ചതുർത്ഥ സ്കന്ധം 26-ാമത്തെ അധ്യായം. പുരഞ്ജന രാജാവ് നായാട്ടിനായി വനത്തിലേക്ക് പോവുകയും അവന്റെ രാജ്ഞി കോപിക്കുകയും ചെയ്യുന്നു. ശ്ലോകം 16 മുതൽ 20 വരെ വായിക്കാം. വർത്തതേ സാലലനാ മജ്ജന്തം വ്യസനാർണവേ യാമാമുദ്ധരതേ പ്രജ്ഞാം ദീപയന്തി പതേ പതേ. രാമ ഊചുഃ നരനാഥാന ജാനീമം തത്പ്രിയാ യദ്വ്യവസ്യതി ഭൂതലേ നിരവസ്താരേ ശയാനാം പശ്യ ശത്രുഹൻ. നാരദ ഉവാച പുരഞ്ജന സുമഹിഷീം നിരീക്ഷ്യാവധൂതാം ഭുവി തത്സംഗോന്മതിതജ്ഞാനോ വൈക്ലവ്യം പരമം യയൗ. സാന്ദ്വയൻ ശ്ലഷ്ണയാ വാച ഹൃദയേനാവിധൂയതാ പ്രേയസ്യാ സ്നേഹ സംരംഭ ലിംഗമാത്മനിനാഭ്യഗാത്. അനുനിന്യേത ശനകേർ വീരോ അനുനയകോവിദഃ പസ്പർശാപാദയുഗണം ആഹാ ചോത്സംഗലാളികാം. വിവർത്തനം വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി, പ്രണാമം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. സ്കന്ധം 4, അധ്യായം 26, ശ്ലോകം 16. പുരഞ്ജന രാജാവ് നായാട്ടിന് വനത്തിലേക്ക് പോവുകയും അവന്റെ രാജ്ഞി കോപിക്കുകയും ചെയ്യുന്നു. കോവർത്തതേ സാലലനാമജ്ജന്തം വ്യസനാർണവേ യാമാമുദ്ധരതേ പ്രജ്ഞാം ദീപയന്തി പദേ പദേ. ഹരേ കൃഷ്ണ. വിവർത്തനം. ആപൽ സമുദ്രത്തിൽ മുങ്ങിത്താഴുകയായിരുന്നപ്പോഴൊക്കെ എന്നെ രക്ഷിച്ചുകൊണ്ടിരുന്ന ആ സുന്ദരിയായ സ്ത്രീയെക്കുറിച്ചുള്ള വിവരങ്ങൾ ദയവായി എന്നെ അറിയിച്ചാലും. ഓരോ ചുവടുവയ്പിലും സദ്ബുദ്ധി നൽകി അവൾ എന്നെ എപ്പോഴും രക്ഷിച്ചുകൊണ്ടാണിരുന്നത്. ഹരേ കൃഷ്ണ. ശ്ലോകം 17. രാമ ഊചുഃ നരനാഥന ജാനീമാ ത്വത്പ്രിയാ യദ്വ്യവസ്യതി ഭൂതലേ നിരവസ്താരേ ശയാനാം പശ്യ ശത്രുഘ്നൻ. വിവർത്തനം. ആ സ്ത്രീകൾ രാജാവിനെ അഭിസംബോധന ചെയ്തു. അല്ലയോ പൗരജനങ്ങളുടെ യജമാനനെ, അങ്ങയുടെ പത്നി ഇത്തരത്തിലൊരു ജീവിതം സ്വീകരിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്ക് നിശ്ചയമില്ല. അല്ലയോ ശത്രുഹന്തക, ദയവായി നോക്കുക, അവൾ കിടക്കയിലല്ലാതെ തറയിൽ ശയിക്കുന്നു.
അവൾ ഈ രീതിയിൽ പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ശ്ലോകം 18. നാരദ ഉവാച പുരഞ്ജന സ്വമഹിഷീം നിരീക്ഷ്യാവധൂതാം ഭുവി ത്വത്സംഘോന്മഥിതജ്ഞാനോ വൈക്ലഭ്യം പരമം യയോ. വിവർത്തനം. മഹാമുനി നാരദൻ തുടർന്നു, എന്റെ പ്രിയപ്പെട്ട പ്രാചീന ഹർഹിരാജാവേ, തന്റെ രാജ്ഞി ഒരു ഭിക്ഷാംദേഹിയെ പോലെ വെറും തറയിൽ ശയിക്കുന്നത് ദർശിച്ച പുരഞ്ജന രാജാവ് പെട്ടെന്ന് സംഭ്രമചിത്തനായി തീർന്നു. ഹരേ കൃഷ്ണ. ശ്ലോകം 19. സാന്ത്വയൻ ശ്ലക്ഷ്ണായ വാചാ ഹൃദയേന വിദൂയതാ പ്രയസ്യാ സ്നേഹ സംരംഭ ലിംഗമാത്മനി നാഭ്യഗാത്. വിവർത്തനം. ദുഃഖിതനായ രാജാവ് അവന്റെ പത്നിയോട് അവളെ സന്തോഷിപ്പിക്കുന്ന വാക്കുകളാൽ സംസാരിക്കാൻ ആരംഭിച്ചു. പശ്ചാത്താപത്തോടെ അവളെ സാന്ത്വനിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നെങ്കിലും അവനെ തന്റെ പ്രിയപ്പെട്ടവളിൽ ഹൃദയത്തിൽ നിന്ന് സ്നേഹത്താൽ ഉളവാകുന്ന കോപത്തിന്റെ ലക്ഷണമൊന്നും കാണാൻ കഴിഞ്ഞില്ല. ഹരേ കൃഷ്ണ. ശ്ലോകം 20. അനുനിന്യേധ ശനകൈർവീര്യോനനുകോവിദഃ സ്പർശപാദയുഗളമാഹ ചോത്സംഗാലാളിതാം. വിവർത്തനം. മുഖസ്തുതി പറഞ്ഞ് അനുനയിപ്പിക്കുന്നതിൽ വളരെ വിദഗ്ധനായിരുന്ന രാജാവ് രാജ്ഞിയെ വളരെ സാവധാനം സാന്ത്വനിപ്പിക്കാൻ ശ്രമിച്ചു. ആദ്യം അവളുടെ 2 പാദങ്ങളും സ്പർശിച്ച അവൻ പിന്നീട് അവളെ ആശ്ലേഷിക്കുകയും മടിയിലിരുത്തി ലാളിക്കുകയും ചെയ്തുകൊണ്ട് താഴെ പറയുന്നത് പോലെ സംസാരിക്കാൻ ആരംഭിച്ചു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ പ്രഭുജി, പ്രണാമം. ഹരേ കൃഷ്ണ. താങ്ക് യു വിഷ്ണുപ്രിയ വിനീത ദേവിദാസി മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പോൾ പുരഞ്ജന രാജാവ് നായാട്ടിന് ശേഷം മടങ്ങി വന്നു. അദ്ദേഹം വളരെ ക്ഷീണിതനായിരുന്നു. സ്നാനം ചെയ്തതിന് ശേഷം ഭക്ഷണമൊക്കെ കഴിച്ചു. ഉന്മേഷവാനായി അദ്ദേഹം സ്വയം അലങ്കരിച്ച് തന്റെ രാജ്ഞിയെ അന്വേഷിച്ചു എന്നാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. അപ്പോൾ ആ രാജ്ഞിയെ അന്വേഷിച്ചുകൊണ്ട് കൊട്ടാരത്തിലെ അന്തപുരത്തിലെ സ്ത്രീകളോട് അന്വേഷിച്ചു, എവിടെയാണ് രാജ്ഞി ഇരിക്കുന്നത് എന്ന് ചോദിച്ച സമയത്ത് ആ രാജ്ഞിമാർ പറയുന്നതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ആ രാജ്ഞിയെ കുറിച്ച് ആ തോഴിമാരോട് പുരഞ്ജന രാജാവ് പറയുന്നുണ്ട്. കോവർത്തതേ സാലലന 16ാമത്തെ ശ്ലോകത്തിൽ മജ്ജന്തം വ്യസന അന്നവേ യാ മാം ഉദ്ധരതേ പ്രാജ്ഞാം ദീപയന്തി പദേ പദേ. ഈ രാജ്ഞിയാണ് എനിക്ക് എല്ലാവിധ സദ്ബുദ്ധികളും ഉപദേശിച്ച് ധാർമ്മിക മാർഗത്തിൽ സഞ്ചരിക്കുന്നതിന് എല്ലാവിധ പ്രചോദനവും സംരക്ഷണവും നൽകിയിരുന്നത് എന്ന് പുരഞ്ജന രാജാവ് ഓർമ്മിക്കുകയാണ് ആ രാജ്ഞിയെ കുറിച്ച്. അപ്പോൾ ഒരു ധാർമ്മികയായിട്ടുള്ള ഒരു ധർമ്മപത്നിക്ക്, പതിവ്രതയായിട്ടുള്ള ഒരു സ്ത്രീക്ക് തന്റെ ഭർത്താവിനെ ധാർമ്മിക മാർഗത്തിൽ സഞ്ചരിക്കുന്നതിന് എല്ലാവിധത്തിലും സഹായിക്കാൻ സാധിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ധാർമ്മിക പത്നിയുടെ, ഒരു ധർമ്മപത്നിയുടെ സഹായത്തോടു കൂടി ഭർത്താവിന് ധാർമ്മിക മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. ആ ഒരു സേവനം ഈ രാജ്ഞി തനിക്ക് നൽകിയിരുന്നു എന്നുള്ള കാര്യം ഇവിടെ പുരഞ്ജന രാജാവ് ഓർക്കുകയാണ്. മറ്റൊരു വിധത്തിൽ ജീവാത്മാവ് ബുദ്ധിയെ സമീപിക്കുമ്പോഴാണ്, ആ ബുദ്ധിയാണ് ജീവാത്മാവിന് യഥാർത്ഥ മാർഗനിർദ്ദേശം, ഭഗവത് സേവനത്തിനുള്ള മാർഗനിർദ്ദേശം നൽകുന്നത്. ബുദ്ധിയുടെ സഹായത്തോടെയാണ് എങ്ങനെയാണ് ഭഗവാനെ സേവിക്കേണ്ടത് എന്നുള്ള കാര്യം ഒരു ജീവാത്മാവിന് മനസ്സിലാകുന്നത്. ബുദ്ധിയോഗം എന്ന് പറയുന്നത് എങ്ങനെ ഭഗവാനെ സേവിക്കണം എന്നുള്ള ബുദ്ധിയാണ്. ബുദ്ധി എന്ന് ആത്മീയമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഭഗവാനെ സേവിക്കണം എന്നുള്ള അറിവാണ് ബുദ്ധി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഭഗവാൻ ഭഗവത്ഗീതയിലും പറയുന്നത് ബുദ്ധവും ശരണം അന്വിച്ചം. ബുദ്ധിയാണ് നമ്മൾ ശരണം പ്രാപിക്കേണ്ടത്. ബുദ്ധി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പ്രണശ്യതി, ബുദ്ധിനാശാത് പ്രണശ്യതി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബുദ്ധി തനിക്ക് എല്ലാവിധ മാർഗനിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ടായിരുന്നു ധാർമ്മികമായിട്ടുള്ള ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നതിന് എന്ന് ആ ജീവാത്മാവ് പുരഞ്ജനൻ ഓർക്കുകയാണ്. അപ്പോൾ എവിടെയാണ് രാജ്ഞി എന്ന് ചോദിച്ചതിന് അവിടെയുള്ള അന്തപുരത്തിലെ സ്ത്രീകൾ മറുപടി പറയുന്നു. നരനാഥാനജാനീമം സ്വപ്രിയായദ്വിവസ്യതി ഭൂതലേ നിരവസ്ഥാരേ ശയാനാം പശ്യ ശത്രുഹൻ
ആ സ്ത്രീകൾ പറയുന്നത് എന്താണ് രാജ്ഞിക്ക് പറ്റിയത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. രാജ്ഞി നേരത്തെ പോലെയല്ല പെരുമാറുന്നത്, അവർ വളരെ വിചിത്രമായിട്ട് പെരുമാറുന്നു. അവരിപ്പോൾ എന്താണ് ചെയ്യുന്നത്? വെറും തറയിൽ ഭൂതലെ നിരവസ്ഥാര്, കിടക്കയൊന്നും ഇല്ലാതെ വെറും നിലത്ത് കിടക്കുകയാണ്. ഒരു രാജ്ഞി ഒരിക്കലും അങ്ങനെ കിടക്കാറില്ല. കിടക്കയൊന്നും ഇല്ലാതെ വെറും തറയിൽ ആ രാജ്ഞി ശയിക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ആ രാജ്ഞി പെരുമാറുന്നത്? തത്പ്രിയ യത് വ്യവസ്ഥിതി, എന്തുകൊണ്ടാണ് ആ രാജ്ഞി ഇങ്ങനെ പെരുമാറുന്നത് ഞങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ ഒരു വ്യക്തി ബുദ്ധിയുടെ നിർദ്ദേശങ്ങൾ ശ്രവിക്കാതെ ഇന്ദ്രിയങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സമയത്ത് ആ ബുദ്ധിയും വിഭ്രമത്തിലാകും. ബുദ്ധിക്ക് പിന്നീട് ശരിയായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കില്ല. ബുദ്ധിയുടെ സ്ഥാനം തെറ്റിപ്പോകും എന്ന് പറയുന്നു. ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മ എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നു. ഇന്ദ്രിയങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്തോറും ഒരു വ്യക്തിയുടെ ബുദ്ധി നശിച്ചുപോവുകയാണ് ചെയ്യുന്നത്, അല്ലെ? തസ്മാത്വം ഇന്ദ്രിയാണ്യാതോ നിയമ്യ ഭരതർഷഭ ആത്മാനം പ്രജഹിജ്ഞാനം ജ്ഞാനവിജ്ഞാന നാശനം എന്ന് ഭഗവാൻ പറയുന്നു. ഇന്ദ്രിയങ്ങൾക്ക് വേണ്ടി എത്രത്തോളം പ്രവർത്തിക്കുന്നോ അത്രത്തോളം ഒരു വ്യക്തിയുടെ ജ്ഞാനം നശിച്ചുപോകും. ബുദ്ധിക്ക് ശരിയായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ബുദ്ധിയുടെ പ്രവർത്തനം താളം തെറ്റിപ്പോകുമെന്ന് പറയും. അപ്പോൾ ഇവിടെ പുരഞ്ജന രാജാവിന്റെ രാജ്ഞി ചിത്രീകരിക്കുന്നത് എന്താണ്? ആ താളം തെറ്റിയ ബുദ്ധിയാണ്. ഇന്ദ്രിയങ്ങൾക്ക് വേണ്ടി ഇദ്ദേഹം പ്രവർത്തിച്ചു. രാജാവ് പഞ്ചപ്രസ്ഥം എന്ന് പറഞ്ഞിട്ടുള്ള വനത്തിലേക്ക് അദ്ദേഹം നായാട്ടിനായി പോയി എന്ന് പറഞ്ഞു. അതെന്താണ്? 5 ഇന്ദ്രിയങ്ങൾക്ക് വേണ്ടി 5 ഇന്ദ്രിയ വിഷയങ്ങളിൽ അദ്ദേഹം മുഴുകിപ്പോയി. ഭഗവത് സേവനത്തെ കുറിച്ച് പൂർണ്ണമായിട്ടും മറന്ന്, തന്റെ ആത്മീയമായിട്ടുള്ള അവസ്ഥയെക്കുറിച്ച് പൂർണ്ണമായിട്ടും മറന്ന് ഇന്ദ്രിയ വിഷയങ്ങളിൽ മാത്രം മുഴുകിപ്പോയി. അങ്ങനെ ഇന്ദ്രിയ വിഷയങ്ങളിൽ മാത്രം മുഴുകി പോകുന്ന സമയത്ത് ഒരു ജീവന്റെ ബുദ്ധിക്ക് സംഭവിക്കുന്ന മാറ്റങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആ രാജ്ഞി യഥാർത്ഥ അവസ്ഥയിൽ നിന്നും, രാജ്ഞിയായിട്ട് ഇരിക്കേണ്ട അവസ്ഥയിൽ നിന്നും ഇപ്പോൾ തറയിൽ കിടക്കുന്ന അവസ്ഥയിലാണ്. ആ ബുദ്ധിക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ആ രാജ്ഞിയുടെ പ്രകാരമാണ് കൊട്ടാരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും നടന്നിരുന്നത്. ബുദ്ധിയുടെ നിർദ്ദേശപ്രകാരമാണ് ഒരു ശരീരത്തിലെ പ്രവർത്തനങ്ങളൊക്കെ നടക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ പ്രവർത്തനം മുഴുവൻ നടക്കേണ്ടത്. പക്ഷെ ബുദ്ധിയെ അവഗണിച്ചുകൊണ്ട് ഇന്ദ്രിയ വിഷയങ്ങളുടെ പുറകെ പോകുന്ന സമയത്ത് ആ ബുദ്ധിയുടെ അവസ്ഥ ഇങ്ങനെ താളം തെറ്റിപ്പോകും എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു താളം തെറ്റിയ അവസ്ഥയിൽ ആ രാജ്ഞി പ്രവർത്തിക്കുന്നത് അവർക്ക് കാണാൻ സാധിച്ചു. എന്താണ് അതിന്റെ കാരണമെന്ന് ഞങ്ങൾക്കറിയില്ല എന്നാണ് അവർ പറയുന്നത്, അല്ലെ? മറ്റുള്ള ഇന്ദ്രിയങ്ങൾക്ക് മനസ്സിലാവില്ല എന്തുകൊണ്ടാണ് ബുദ്ധി യഥാർത്ഥ രീതിയിൽ പ്രവർത്തിക്കാത്തത്, മനസ്സിന് മനസ്സിലാവില്ല. അപ്പോൾ ആ തോഴിമാരൊക്കെ അങ്ങനെയാണ് പറയുന്നത്, ഞങ്ങൾക്ക് എന്താണ് കാരണമെന്ന് മനസ്സിലാകുന്നില്ല. നാരദഭാഷ പുരഞ്ജന സ്വമഹിഷീം നിരീക്ഷ്യാവതുധാംഭുവി തത്സംഗോ മതിജ്ഞാനോ വൈക്ലഭ്യം പരമപ്യയോ. ഇങ്ങനെ ആ ബുദ്ധിയെ ദർശിച്ച സമയത്ത് പുരഞ്ജന രാജാവ് തന്റെ രാജ്ഞിയെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ, ഒരു താളം തെറ്റിയ അവസ്ഥയിൽ വെറും നിലത്ത് അവശയായി കിടക്കുന്നത് കണ്ട സമയത്ത് പുരഞ്ജന രാജാവിന് വലിയ വിഭ്രമമുണ്ടായി എന്നാണ് പറയുന്നത്. വൈക്ലഭ്യം പരമം വ്യയോ. ഒരു മനുഷ്യന്റെ ബുദ്ധി യഥാർത്ഥ രീതിയിൽ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ ആ മനുഷ്യനും ആ വ്യക്തിക്കും കൃത്യമായിട്ട് തീരുമാനം എടുക്കാൻ സാധിക്കാതെ അവനും വിഭ്രമത്തിലായി പോകും എന്ന് പറയാം. ബുദ്ധി ശരിയായിട്ടുള്ള രീതിയിൽ പ്രവർത്തിച്ചാൽ മാത്രമേ ഒരു വ്യക്തിക്ക് യഥാർത്ഥ രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്നുള്ള കാര്യങ്ങളിലൊക്കെ വ്യക്തമായിട്ട് തീരുമാനമെടുക്കണമെങ്കിൽ ബുദ്ധി അദ്ദേഹത്തെ സഹായിക്കണം. ബുദ്ധി സഹായിച്ചിട്ടില്ലെങ്കിൽ ആ വ്യക്തിയും വിഭ്രമത്തിലായി പോകും. നമ്മൾ അർജുനന്റെ കാര്യം കണ്ടിട്ടുണ്ട്. അർജുനൻ പറയുന്നു, എന്റെ ബുദ്ധി ഇപ്പോൾ ശരിയായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നില്ല. ധർമ്മസമ്മൂഢ ചേതാന എന്ന് പറയുന്നു. ധർമ്മസമ്മൂഢ ചേതസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബുദ്ധിയാണ്. ഇപ്പോൾ ആ ബുദ്ധി എന്ത് സംഭവിച്ചു? സമ്മൂഢ, അത് മൂഢത്വത്തിലേക്ക് പോയി. അത് ശരിയായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് തീരുമാനമെടുക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു അവസരത്തിൽ എന്താണ് ഒരു വ്യക്തി ചെയ്യേണ്ടത്? ആ വ്യക്തി, ബുദ്ധിയുള്ള ഒരു വ്യക്തിയെ ശരണം പ്രാപിക്കുകയാണ് വേണ്ടത്, അല്ലെങ്കിൽ ഒരു ഗുരുവിനെ സ്വീകരിക്കുകയാണ് വേണ്ടത്. എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്ന് അറിയുന്നതിന് വേണ്ടി
ഒരു ഗുരുവിനെ സമീപിക്കണം. അപ്പോൾ ഇവിടെ പുരഞ്ജന രാജാവ് എന്താണ് ചെയ്തത്? സാന്ത്വയൻ ശ്ലക്ഷ്ണയാ വാച ഹൃദയേന വിദൂയതാ ത്രയസ്യ സ്നേഹ സംരംഭ ലിംഗമാത്മനിനാഭ്യഗാത്. വിദൂയത, അദ്ദേഹം പശ്ചാത്തപിച്ചു എന്നാണ് പറയുന്നത്. ആ രാജ്ഞിയുടെ മുന്നിൽ അദ്ദേഹം തന്റെ പ്രവർത്തനങ്ങളിൽ പശ്ചാത്തപിച്ചു. ഞാൻ ബുദ്ധിയുടെ നിർദ്ദേശമൊന്നും കേൾക്കാതെ ഒരുപാട് കാര്യങ്ങൾ, കാരുണ്യരഹിതമായ ഒരുപാട് മൃഗങ്ങളെ, കാട്ടിൽ പോയി മൃഗങ്ങളെയൊക്കെ ക്രൂരമായിട്ട് വധിച്ചു. അവരോട് യാതൊരു ദയയും കാണിക്കാതെ ആസുരികമായിട്ടുള്ള ഭാവത്തിൽ പ്രവർത്തിച്ചു. എന്റെ സ്വഭാവ സവിശേഷതകളൊക്കെ നഷ്ടപ്പെട്ടു, എന്റെ നന്മയൊക്കെ നഷ്ടപ്പെട്ടു. ആസുരിക ഭാവത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. അതിൽ താൻ പശ്ചാത്തപിക്കുന്നു എന്ന് പറഞ്ഞ പുരഞ്ജന രാജാവ് ബുദ്ധിയുടെ സഹായം തേടാതെ വനത്തിലേക്ക് പോയതിന് പശ്ചാത്തലം. അപ്പോൾ ഒരു വ്യക്തിയും ഇങ്ങനെ ബുദ്ധിഭ്രമത്തിൽ പെട്ടുപോയി കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു ആത്മീയ ഗുരുവിനെ സമീപിച്ച് അദ്ദേഹത്തിന്റെ മുന്നിൽ പശ്ചാത്തപിക്കണം. ഞാൻ ചെയ്തത് ശരിയായിട്ടില്ല, എനിക്ക് ശരിയായിട്ടുള്ള മാർഗനിർദ്ദേശം ആവശ്യമാണ്, അല്ലേ? അർജുനൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ്, എന്നെ ശാസിക്കൂ, ശിഷ്യസ്തേഹം ഷാദിമാം, എന്നെ ശാസിക്കൂ, എനിക്ക് ശരിയായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകും, എന്റെ ബുദ്ധി നശിച്ചുപോയി എന്ന് അർജുനൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇവിടെ പുരഞ്ജന രാജാവ് തന്റെ പത്നിയോട് പശ്ചാത്തപിക്കുകയാണ്. അപ്പോൾ ഒരു പശ്ചാത്താപ മാർഗത്തിലൂടെ മാത്രമേ വീണ്ടും ആത്മീയ ബുദ്ധി തിരിച്ചു കിട്ടുകയുള്ളൂ എന്ന് ശ്രീല പ്രഭുപാദർ വിശദീകരിക്കുന്നുണ്ട്. തന്റെ തെറ്റുകളിൽ പശ്ചാത്താപിക്കാത്ത, അതിൽ യാതൊരു തെറ്റുമില്ല, ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്നുള്ള രീതിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ഗുരുവിനെ സമീപിക്കാൻ സാധിക്കുകയില്ല, അല്ലെ? വിനയത്തോടു കൂടി മാത്രമേ ഒരു വ്യക്തിക്ക് ഒരു ഗുരുവിനെ സമീപിക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെ മാത്രമേ വീണ്ടും ആത്മീയ ബോധം ആ വ്യക്തിക്ക് തിരിച്ചു കിട്ടുകയുള്ളൂ എന്ന് പറയാം. അപ്പോൾ ആ പശ്ചാത്താപ മാർഗമാണ് ആത്മീയമായിട്ടുള്ള ഉയർച്ചയ്ക്കുള്ള മാർഗം എന്നിവിടെ ശീലപ്രഭാതര് വിശദീകരിക്കുന്നുണ്ട്. ഈ പ്രക്രിയയിലൂടെ മാത്രമേ ഒരുവന് അജ്ഞതയുടെ അഥവാ അന്ധകാരത്തിന്റെ കുരുക്കിൽ നിന്ന് വിടുതൽ നേടാൻ കഴിയും. അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും അന്ധകാരത്തിൽ തന്നെ ഇരിക്കേണ്ടി വരും. അപ്പോൾ പശ്ചാത്തപിക്കുന്നത് ഒരു ജ്ഞാനത്തിന്റെ ലക്ഷണമാണ്. ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് പശ്ചാത്തപിക്കും. അതിനുശേഷം പുരഞ്ജന രാജാവ് ആ രാജ്ഞിയുടെ പാദങ്ങളെ സ്പർശിച്ചു എന്ന് പറയുന്നത്. അനുനിന്യേതശനകേ വീരോ അനുനയകോ വിദഃ സ്പർശാപാദയുഗളം ആഹാചോത്സംഗലാളിതാം. ആ ബുദ്ധിയെ ശരണം പ്രാപിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. രാജ്ഞിയുടെ പാദം, രാജ്ഞി എന്ന് പറയുന്നത് ആ ബുദ്ധിയാണ്. ബുദ്ധിയെ ശരണം പ്രാപിച്ചു. അപ്പോൾ ഒരു വ്യക്തിക്ക് യഥാർത്ഥ ജ്ഞാനം വേണമെങ്കിൽ ഗുരുവിന്റെ പാദങ്ങളെ സേവിക്കണം എന്നാണ്. പാദസേവനം, ഗുരുവിന്റെ പാദസേവയിലൂടെ മാത്രമേ ഒരു വ്യക്തിക്ക് ആത്മീയമായിട്ടുള്ള ഉയർച്ച ഉണ്ടാവുകയുള്ളൂ. യസ്യ പ്രസാദാത് ഭഗവത് പ്രസാദോ, ഗുരുവിനെ പ്രസാദിപ്പിക്കുന്നതിലൂടെ മാത്രമേ ഭഗവാനെ പ്രസാദിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയും. ആ പാദസേവനം പരിപ്രശ്നേന സേവയാണ്. ഗുരുവിനെ സേവിക്കുന്നതിലൂടെയാണ് ഒരു വ്യക്തിക്ക് ആത്മീയ മാർഗം തുറന്നു കിട്ടുന്നത്. ഭഗവാൻ ആ കൃഷ്ണാബോധം, നഷ്ടപ്പെട്ടു പോയിട്ടുള്ള കൃഷ്ണാബോധം തിരിച്ചു കിട്ടുന്നത് എന്ന് പറയും. അപ്പോൾ ഇവിടെ രാജാവ് രാജ്ഞിയുടെ പാദത്തെ സ്പർശിച്ചു എന്ന് പറയുന്നത് ഒരു ജീവാത്മാവ് ഗുരുവിനെ സമീപിച്ച് ഗുരുവിന്റെ പാദത്തെ സേവിക്കാൻ തയ്യാറാകുന്നതാണ്. അതിലൂടെ വീണ്ടും ആ വ്യക്തിക്ക് കൃഷ്ണാബോധം തിരിച്ചു കിട്ടും എന്നാണ് പറയുന്നത്. ഉപദേശന്തി തേജ്ഞാനം ജ്ഞാനിന തത്വദർശിന തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേശന്തി തേജ്ഞാനം ജ്ഞാനിന തത്വദർശിന എന്ന് പറയുന്നത് 4-ാമത്തെ അധ്യായത്തിൽ 34-ാമത്തെ ശ്ലോകം. ഗുരുവിനെ സേവിക്കുന്നതോറും സേവിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് വീണ്ടും ഈശ്വരനെ കുറിച്ചുള്ള ബോധം തിരിച്ചു കിട്ടും. ഗുരുവിനെ സേവിക്കാതെ ഊഹങ്ങൾ നടത്തിയത് കൊണ്ട് നമ്മൾക്ക് ഭക്തിയിൽ മുന്നേറാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. ഞാൻ ഒരുപാട് ശ്ലോകങ്ങളൊക്കെ പഠിച്ചു, ഒരുപാട് പഠനം നടത്തി, ഞാൻ ഒരുപാട് ചിന്തിച്ചു, ഞാൻ ഇതിനെക്കുറിച്ചാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്, 20 വർഷമായി ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു വ്യക്തിക്ക് ഭക്തിയിൽ മുന്നേറാൻ സാധിക്കും. ഭക്തിയിൽ മുന്നേറുന്നത് എങ്ങനെയാണ്? ഗുരുവിന്റെ പാദങ്ങളെ സേവിക്കുന്നതിലൂടെ. ഗുരുവിന്റെ പാദങ്ങളെ സേവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവിന്റെ നിർദ്ദേശങ്ങൾ അതേപടി അനുസരിക്കുന്നതിലൂടെയാണ് ഒരു വ്യക്തിക്ക് ആത്മീയതയിൽ ഉയരാൻ സാധിക്കുന്നത്.
ശീലപ്രഭുവാദർ നമ്മൾക്ക് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കാണിച്ചു തന്നത്. ഗുരുവിന്റെ നിർദ്ദേശമുണ്ടായിരുന്നു പാശ്ചാത്യ ലോകത്ത് പോയി കൃഷ്ണാബോധം പ്രചരിപ്പിക്കുന്നത്. അദ്ദേഹം അത് അതേപടി പ്രാവർത്തികമാക്കി. ഗുരുവിലുള്ള വിശ്വാസമാണ് നമ്മളെ ആത്മീയമായിട്ട് ഉയർത്തുന്നത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം പുരഞ്ജന രാജാവ് എന്താണ് പത്നിയോട് സംസാരിച്ചത് എന്ന് അടുത്ത ശ്ലോകങ്ങളിൽ കാണാൻ സാധിക്കും. അത് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ വായിക്കാം. നമുക്ക് നാമജപം തുടരാം. ഹരേ കൃഷ്ണ. हरे कृष्णा प्रभुजी. ശ്രീകാന്ത് പ്രഭുജി തീർച്ചയായും. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्त वृंदा